ഹലോ, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന 2 എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡുകളാണ് കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്. അപ്പോൾ അയൽവക്കത്തുള്ള സ്ത്രീകളൊക്കെ ആയിട്ട് സച്ചി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. അപ്പോഴും രേവതിയുടെ മീൻകറിയെ കുറിച്ചിട്ട് തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് സച്ചി. അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് സച്ചി കൈ കഴുകാനായിട്ട് പോകുന്ന അതേ സമയം തന്നെ ഈ സ്ത്രീകൾ പറയാണ്, ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. എന്താണ് രേവതിയുടെ അമ്മേ, സച്ചി പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ, ഇന്നിവിടെ കൂടാനായിട്ടായിരിക്കുമല്ലേ? അപ്പോൾ അതിലൊരു സ്ത്രീ പറയുന്നുണ്ട്, കർക്കിടകമായിട്ട് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം മരുമകൻ ഇങ്ങനെ വന്നത് ശരിയായിട്ടില്ല കേട്ടാന്ന് പറയാണ്. എന്തായാലും സ്ത്രീകൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് രേവതിയുടെ അമ്മയാണെങ്കിൽ രേവതിയോട് പറയാണ്, എടി ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, ഇനി വീട്ടിലോട്ട് പോയിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറയടി, നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറയടി, ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ്. രേവതി ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എനിക്ക് പറഞ്ഞൂടെ, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താ? അമ്മയ്ക്കല്ലേ ഏറ്റവും കൂടുതൽ ആഗ്രഹം സച്ചേട്ടൻ്റെ ഇവിടെ നിന്ന് പോകണമെന്ന്, അപ്പോൾ അമ്മ തന്നെ പറയണം എന്ന് പറയാട്ടോ. അപ്പോഴേക്കും രേവതിയുടെ അമ്മ പറയാണ്, എടി മോളെ, ഞാൻ അതാണ് നിന്നോട് പറഞ്ഞത്, അതല്ല നിൻ്റെ അമ്മായിയമ്മയെങ്ങാനും സച്ചി ഇവിടെ തങ്ങിയെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാധ കയറിയതുപോലെ ആയിരിക്കുള്ളൂ പിന്നെ അവരുടെ പെരുമാറ്റം എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയാണ്, അവരുടെ മേത്ത് ബാധ കയറി കഴിഞ്ഞാലേ അത് ഒഴിപ്പിക്കാൻ എനിക്കറിയാം. അമ്മ എന്തായാലും അത് ഓർത്തിട്ട് വിഷമിക്കേണ്ട, സച്ചേട്ടന് ഇവിടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കഴിയട്ടെ, ഇവിടെ തങ്ങട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് സച്ചി വരികയാണ്. സച്ചി ചോദിക്കുകയാണ്, എന്തായാലും അമ്മ ഇന്ന് പൂ കെട്ടുന്നൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ പറയാണ്, ഉണ്ട് മോനെ, കുറച്ച് കഴിഞ്ഞിട്ട് വേണം കെട്ടാനെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയാണ്, എങ്കിൽ പിന്നെ പൂവായിട്ട് എൻ്റെ അടുത്തേക്ക് വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കെട്ടാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ ചോദിക്കുകയാണ്, മോനെ സച്ചി, അച്ഛൻ മോനോട് ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അച്ഛനൊന്നും ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറയാണ്, അച്ഛനല്ലേ, അച്ഛൻ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞേ മീൻകറി നാളത്തേക്ക് ചൂടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അപ്പോൾ കൊടുത്താൽ മതി എന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട രേവതിയുടെ അമ്മ ചോദിക്കുകയാണ്, അയ്യോ മോനെ, അതല്ല ഞാൻ ചോദിച്ചത്, ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയാണ്, അതിനെക്കുറിച്ചാണോ ചോദിച്ചത്? അച്ഛൻ ചോദിച്ച്, അപ്പം ഞാൻ വരാമെന്നാണ് പറഞ്ഞതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ പറയാണ്, എങ്കിൽ പിന്നെ മോനിപ്പോൾ തന്നെ ഞാൻ മീൻകറി ചൂടാക്കി തന്നുവിടാം, അച്ഛനും കൊണ്ടേ കൊടുക്കാൻ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, ഇപ്പോൾ വേണ്ട, നാളെ രാവിലത്തേക്ക് മതി, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും മീനെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ, നാളെ രാവിലെയോ? അപ്പോൾ പിന്നെ മോൻ പിന്നെയും തിരിച്ചു വരണ്ടേ ഇന്ന് പോയിട്ട്? അപ്പോഴത്തേക്ക് സച്ചി പറയാണ്, ഇന്ന് ഞാൻ പോകുന്നില്ലല്ലോ, പിന്നെ എന്താ കുഴപ്പം, നാളെ രാവിലെ ഞാൻ പോകുമ്പോഴേ മീൻകറിയായിട്ട് അങ്ങോട്ട് പൊയ്ക്കോളാം എന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട രേവതിയുടെ അമ്മയ്ക്കാകെ ടെൻഷനാവേണ്ടേ. രേവതിയുടെ അമ്മ പറയാണ്, മോനെ ഇവിടെ കർക്കിടക മാസമാണെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയാണ്, ഇവിടെ കർക്കിടക മാസമാണ്, പിന്നെ ഞങ്ങളുടെ വീട്ടിലെന്താണ് ചിങ്ങമാസമാണോ? അവിടെയും കർക്കിടക മാസം, എല്ലായിടത്തും കർക്കിടക മാസമാണെന്ന് പറയാൻ കേട്ടോ. സച്ചിക്കൊന്നും കത്തുന്നില്ല, പക്ഷെ രേവതിയുടെ അനിയത്തിക്കും ഒക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അവർ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നുമുണ്ട്. അങ്ങനെ സച്ചി രേവതിയോട് പറയാണ്, രേവതി നീ പായ വിരിക്കുക, ഞാൻ കിടക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ പറയാണ്, മോനെ റൂമിൽ ഭയങ്കര ചൂടാണ്, ഇവിടെയൊക്കെ ഭയങ്കര ചൂടാന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി പറയാണ്, ശരിയാണ്, റൂമിൽ ഭയങ്കര ചൂടാണ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം രേവതി, ഞാനേ പുറത്ത് പോയി കിടന്നോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതിയുടെ അമ്മ വിചാരിക്കുകയാണ്, അയ്യോ മോൻ പുറത്ത് പോയി കിടക്കാനോ കേട്ടോ, ഇതൊന്നും അല്ലല്ലോ അവർ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നിന്ന് പോയിക്കൂടെ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേക്ക് സച്ചി പറയാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ പണ്ടേ എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ പുറത്തായിരുന്നു കിടന്നിരുന്നത്, നല്ല സുഖമാണ്, നല്ല കാറ്റൊക്കെ കൊണ്ട് പ്രകൃതിയും കണ്ട് അങ്ങനെ കിടന്നുറങ്ങാമെന്ന് പറയാണ്. അപ്പോഴേക്കും രേവതിയും പറയാണ്, എങ്കിൽ പിന്നെ പുറത്ത് പോയി കിടക്കാം, ഞാൻ പായൊക്കെ ആയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ അനിയനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വിടുകയാണ് രേവതി സച്ചിനെ. അങ്ങനെ പായൊക്കെ ആയിട്ട് രേവതിയും പിന്നാലെ പോകുമ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ വേഗം തന്നെ രേവതിനെ പിടിച്ചു നിർത്തിയിട്ട് പറയാണ്, എടി നിൻ്റെ വിചാരം എന്താണ്, നീ ആരാണെന്നാണ് നീ വിചാരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സച്ചി ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന്, പിന്നെ നീ എന്ത് പായൊക്കെ ആയിട്ട് അങ്ങോട്ട് ഓടുന്നതെന്ന് ചോദിക്കാം കേട്ടോ. അമ്മ ഇതെന്തമ്മ പറയുന്നത്, ഇത് ആദ്യമായിട്ടാണോ ഒരാണ് വന്നിട്ട് സ്വന്തം ഭാര്യയുടെ വീട്ടിൽ തങ്ങുന്നത്? ഇതൊക്കെ സാധാരണ നാട്ടുനടപ്പായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ പറയാണ്, എടി അതുകൊണ്ടല്ല, കർക്കിടക മാസം ആയതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ. എങ്ങാനും നിൻ്റെ അമ്മായിയമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേണമെന്ന് വിചാരിച്ച് അവനിവിടെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ, നിനക്ക് സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോഴേക്ക് രേവതി പറയണു, അവരുടെ വാക്കൊക്കെ അല്ലേ, അതിപ്പോൾ കേട്ട് എനിക്കതൊരു പഴക്കമായി, ഇനിയിപ്പോൾ അവരെന്ത് പറഞ്ഞാലും എനിക്ക് ബാധകമൊന്നുമില്ല, അമ്മ അത് പേടിക്കാൻ നിൽക്കൊന്നും വേണ്ട എന്ന് പറയാം കേട്ടോ.
അടുത്ത സീനിൽ കാണിക്കുന്നത് ഗജാനന്ദനെയും ഗജാനന്ദൻ്റെ ഗുണ്ടകളെയുമാണ് കേട്ടോ. അപ്പോൾ അവരോട് ഗജാനന്ദൻ ചോദിക്കുകയാണ്, എന്താണ് ആ വീട്ടിൽ രേവതി ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ടെന്ന് പറയുകയാണ്. സച്ചി പോയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി നേരത്തെ തന്നെ പോയി എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ ആ ചെറുക്കൻ രേവതിന് ആങ്ങള അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഗജാനന്ദൻ പറയണു, ഓ അത് വലിയ കാര്യമൊക്കെയൊന്നും വേണ്ട, അവനൊരു പൊടിപ്പയ്യനാണ്, നമുക്ക് സച്ചി ഇല്ലാതിരുന്നാൽ മതി, ഇന്ന് എന്തായാലും അവളെ തൂക്കണം, അവളെ ഇന്ന് പിടിച്ചുകൊണ്ട് വരണം, അവനെ എനിക്ക് തന്നതിൻ്റെ ഇരട്ടി അവൻ ഞാൻ തിരിച്ചു കൊടുക്കും, എന്തായാലും രാത്രി ആവട്ടെ എന്നിവരിങ്ങനെ പറയുകയാണ്. അടുത്ത സീനിൽ പിന്നെയും നമ്മുടെ രേവതിനെ അമ്മയും കാണിക്കുകയാണ്. ഇതേ വർത്താനം തന്നെയാട്ടോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സച്ചിനെ എങ്ങനെയും പറഞ്ഞു വിടണം എന്നുള്ള രീതിയിൽ തന്നെ രേവതിയുടെ അമ്മ സംസാരിക്കുകയാണ്. രേവതി ആണെങ്കിൽ അമ്മയുടെ വാക്കൊന്നും കേൾക്കാതെ വട്ടൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതി പായുമായിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഗജാനന്ദൻ്റെ ആളുകൾ രേവതി മുകളിലേക്ക് കയറി പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ പായമായിട്ട്. അപ്പോൾ ഇതും നോക്കിക്കൊണ്ട് ഗജാനന്ദൻ്റെ ആൾക്കാരിങ്ങനെ പറയുകയാണ്, എന്തായാലും അവളത് മുകളിലേക്ക് പായമായിട്ട് പോകുന്നുണ്ട്, എന്തായാലും നമുക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റിയ അവസരമാണിത്. റൂമിലാണെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പം മുകളിൽ ഒറ്റയ്ക്ക് കിടക്കുകയല്ലേ, പാവം രേവതി എൻ്റെ കൂടെ ജീവിക്കാൻ വന്നിരുന്നെങ്കിൽ അവൾ ഇതൊന്നും അനുഭവിക്കേണ്ടായിരുന്നു. ഇപ്പം സച്ചിയുടെ കൂടെ ജീവിക്കാനായിട്ട് പോയതുകൊണ്ടിട്ടല്ലേ അവൾ ഇതുപോലെയൊക്കെ അനുഭവിക്കുന്നത്. എന്തായാലും സച്ചിക്ക് ഇവളെ ഞാൻ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അപമാനമാവും, ഇനി ഓരോരുത്തരും പേടിക്കും, എനിക്ക് പലിശ തരാനായിട്ട് മടി കാണിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലേ ഇതുപോലെ നമ്മളിനി കാണിച്ചു കഴിഞ്ഞാൽ ഭയം ഉണ്ടാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഗജാനന്ദൻ്റെ ഗുണ്ടകളിൽ ഒരു ഗുണ്ട ചോദിക്കുകയാണ്, നമുക്കെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് പിടിച്ചുകൊണ്ട് വന്നാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഗജാനന്ദൻ പറയാണ്, എടാ മണ്ട, ഇപ്പം തന്നെ പോയിട്ട് പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൾ കരഞ്ഞു കൂവി ആളുകളെ കൂട്ടും, എല്ലാവരും ഉറങ്ങട്ടെ, ആർക്കും ഒരു സംശയവുമില്ലാതെ വേണം നമ്മൾ അവളെ പിടിച്ചുകൊണ്ട് വരാൻ. ഇപ്പം എന്തായാലും നമുക്ക് മാറി നിൽക്കാം, ചിലപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും പറയുന്നതൊക്കെ കേട്ടിട്ട് ആർക്കും ഇനി സംശയം വേണ്ടാന്ന് പറയാണ്. അങ്ങനെ ഗജാനന്ദനും ഗുണ്ടകളും പോവുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ രേവതി പായൊക്കെ വിരിച്ചിട്ട് സച്ചിയോട് ചോദിക്കുകയാണ്, അല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ടോ, മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി മുകളിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഏയ് മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല, നീ കാണുന്നില്ലേ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ട്, കാർമേഘം വന്ന് ഇതൊക്കെ മറഞ്ഞാൽ മാത്രമേ മഴ പെയ്യുള്ളൂ എന്ന് എന്നോട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ രേവതി മുകളിലേക്ക് നോക്കിയിട്ട് പറയാണ്, അത് ശരി തന്നെയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയാണ്, രേവതി ഇന്നലെ ഞാൻ ഇത്തിരി പോലും കണ്ണടച്ചിട്ടില്ല, ഞാൻ ഇത്തിരി പോലും ഉറങ്ങിയിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ശ്രീകാന്ത് ഉണ്ടായിരുന്നു, എന്നിട്ടും എനിക്ക് ഉറക്കം വന്നില്ല രേവതി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, അല്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, ഞാനില്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി രേവതിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു കള്ളച്ചിരിയോടുകൂടി പറയാണ്, ചിലപ്പോൾ ആയിരിക്കും, നീ ഉള്ളപ്പോഴേ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കൂലേ, അപ്പം നീ വഴക്ക് പറയുന്ന സമയത്ത് കിടന്നുറങ്ങാൻ നല്ല സുഖമാണെന്ന് പറയാണ്. അപ്പോൾ രേവതിക്ക് ദേഷ്യം വരാട്ടോ. രേവതി കേൾക്കണം, ഓഹോ അപ്പം ഞാൻ വഴക്ക് പറയുന്നത് കേൾക്കാത്തത് കൊണ്ടിട്ടാണോ ഇന്നലെ ഉറക്കം വരാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. എങ്കിൽ പിന്നെ ഇവിടെ എന്തിനാണ് വന്നത്, നിങ്ങൾക്ക് അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ, അപ്പം ഞാൻ വഴക്ക് പറയുന്നതൊന്നും കേൾക്കണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രേവതി ഇവിടെ നിന്ന് വഴക്കിട്ട് പോകാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ സച്ചി രേവതിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പറയാണ്, കേട്ടോ ഇത് തന്നെയാണ്, നീ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ തോന്നുന്നുണ്ട് രേവതി, നന്നായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറയാണ്. എന്തോ നിൻ്റെ ശബ്ദം കേട്ടാൽ എനിക്ക് അപ്പോൾ ഉറക്കം വരുമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ആ സമയത്ത് രേവതിയുടെ അമ്മ വന്നിട്ട് രേവതിനെ വിളിക്കുകയാണ്, രേവതി അകത്തേക്ക് വാന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രേവതിയും സച്ചിനോട് പറയാണ്, ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ ഇനി 100 തവണ വിളിച്ചുകൊണ്ടിരിക്കും, എന്തായാലും ഞാൻ അകത്തേക്ക് പോകുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി പറയാണ്, എങ്കിൽ നീ പോക്കോ രേവതി, നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് കിടന്നാൽ മതി കേട്ടോ റൂമൊക്കെ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയാണ്, ശരി എങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് രേവതി കുറച്ചൊന്ന് ചുറ്റിയിട്ട് പിന്നെയും വന്നിട്ട് പറയാണ്, എങ്കിൽ പിന്നെ ഞാൻ പോണു എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, നീ പോ. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് രേവതി പറയാം, എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയും, എങ്കിൽ ശരി നീ പൊയ്ക്കോ എന്ന് പറയാണ്. പിന്നെ രേവതി വരികയാണ് കേട്ടോ, എങ്കിൽ ഞാൻ പോവാന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയാണ്, നീ കുറേ നേരമായല്ലോ പോണു എന്ന് പറയുന്നത്, എന്നിട്ട് ഇവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണല്ലോ, നീ ഒന്ന് പോവെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. സച്ചി അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ ചന്ദ്രനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, രേവതിനെ ഇവർ തമ്മിൽ ഒന്നിച്ച് ചേരരുതെന്ന് വിചാരിച്ചാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ ആ സച്ചി എന്ന് പറയണവനാണെങ്കിൽ അവളുടെ പിന്നാലെ അങ്ങ് പോയേക്കാണ്. എന്തായാലും ആ തള്ളേനെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ അമ്മേനെ വിളിക്കുകയാണ് കേട്ടോ. വിളിക്കുന്ന സമയത്ത് രേവതിയുടെ അമ്മ പേടിച്ചാണ് കോൾ എടുക്കുന്നത്. അപ്പോൾ രേവതി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മയോട് ചന്ദ്ര ചോദിക്കുകയാണ്, നിങ്ങളോടല്ലേ പറഞ്ഞത് കർക്കിടക മാസത്തിൽ ഭർത്താവും ഭാര്യയും കൂടെ ചേരാൻ പാടില്ലെന്ന്, അത് കാരണം കൊണ്ടിട്ടല്ലേ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്, ഇപ്പോൾ എന്താ സച്ചിനെ നിങ്ങൾ വിളിച്ചു വരുത്തിയേക്കുന്നോ വീട്ടിലേക്കെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ പറയാണ്, അയ്യോ അല്ല അങ്ങനെയല്ല സച്ചിയുടെ അമ്മേ, ഞാൻ വിളിച്ചു വരുത്തിയതൊന്നും അല്ല, സച്ചി തനിയെ പോകുന്നതാണെന്ന് പറയാം കേട്ടോ.
അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ നിമിഷം അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ് അയ്യോ ഈ സമയത്ത് എങ്ങനെയാണ് പറഞ്ഞു വിടുക, വരുന്ന ഒരാളെ പൊക്കോളാൻ പറയുന്നത് മാന്യതയില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മയോട് ചന്ദ്ര പറയാണ് നിങ്ങൾ മാന്യതയെക്കുറിച്ചിട്ടൊന്നും പറയുന്നു വേണ്ട, ഇപ്പം തന്നെ അവൻ ഇവിടെ പറഞ്ഞു വിട്ടേക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി പറയാണ് ഉറങ്ങിയെന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, അങ്ങനെ പറയാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ് സച്ചി ഉറക്കത്തിലാണെന്ന് പറയാണ്. അത് ഞാൻ വിശ്വസിക്കുന്ന കാര്യമൊന്നും അല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഇവിടെ നോക്കിക്കോ, സച്ചി പുറത്താണ് കിടക്കുന്നത്, രേവതിയും സച്ചിയും വെവ്വേറെയാണ് കിടക്കുന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എനിക്ക് CCTV ക്യാമറയൊന്നും കൊണ്ടുവന്ന് വെച്ച് നോക്കാനൊന്നും പറ്റൊന്നുമില്ലല്ലോ, എന്ത് തന്നെയാണെങ്കിലും അവനിപ്പം തന്നെ പറഞ്ഞു വിടാൻ പറയുകയാണ്. അങ്ങനെ രേവതി ഫോൺ വാങ്ങുകയാണ്. എന്നിട്ട് രേവതി അമ്മായിയമ്മയോട് പറയുകയാണ് അമ്മ ഒന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഒക്കെ വീടിൻ്റെ അകത്താണ് കിടക്കുന്നത്, സച്ചിയേട്ടൻ വീടിന് പുറത്താണ് കിടക്കുന്നത്, എന്തായാലും നിങ്ങളുടെ മകനെ ഞാനേ നാളെ രാവിലെ തന്നെ ഭദ്രമായിട്ട് തിരിച്ചയച്ചേക്കാം, എന്തായാലും പറയാൻ പറ്റില്ല, നന്നായിട്ട് ഉറങ്ങുകയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നീ എന്താടി ഇത്ര തൻ്റെ ഇടത്തിലോട് എന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയാണ് എങ്ങനെ സംസാരിച്ചാലും നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കും, എന്തായാലും ഞങ്ങൾ അകത്തും അദ്ദേഹം പുറത്തുമായിട്ടാണ് കിടക്കുന്നത്, ഇനിയിപ്പോൾ എത്ര സംശയമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനെ തന്നെ വിളിച്ച് ചോദിച്ചോളാൻ പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഞാനിനി എൻ്റെ മകനെ വിളിച്ച് ചോദിക്കണോ അല്ലേ, നീ ആൾ കൊള്ളാലോ. അപ്പോഴേക്കും രേവതി പറയാണ് പിന്നല്ലാതെ ഞാൻ എന്ത് പറയാനേട്ടാ, പിന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യണം, അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ ഭയപ്പെടാതെ കിടന്നുറങ്ങിക്കോ, നാളെ രാവിലെ അവരെന്തായാലും അവിടേക്ക് വന്നോളൂ എന്ന് പറയാൻ കേട്ടോ, അദ്ദേഹം എന്തായാലും അവിടേക്ക് വന്നോളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ തമിഴ് കാണുന്നത് കൊണ്ട്, തമിഴ് സീരിയലാണല്ലോ നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത്, അതുകൊണ്ട് ആ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ടങ്ങ് മാറിയൊക്കെ പോകുന്നുണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ ദേഷ്യത്തിൽ ചന്ദ്ര ഫോണൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിനെയും അനിയത്തിനെയും അമ്മേനെയാണ്. അപ്പോൾ അവർ കിടക്കുന്ന സമയത്ത് രേവതിയും അനിയത്തിയും കാര്യവും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അമ്മ പറയാണ് എനിക്കെന്തോ ഭയമാവുന്നു, നാളെ ഇനി എന്തെങ്കിലും പ്രശ്നമായിട്ട് അവർ വരും, എനിക്ക് ഉറപ്പാണെന്ന് പറയാണ്. അപ്പോഴേക്കും രേവതിയുടെ അനിയത്തി പറയാണ് ചേച്ചിയുടെ അമ്മായിയമ്മ രാത്രിയിൽ മുഴുവൻ ചേച്ചിയെക്കുറിച്ച് ഇന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും, എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, ചേട്ടനും ചേച്ചി സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനായിട്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ രേവതിയും പറയാണ് അത് ശരി തന്നെയാടി, ഇന്നിനിപ്പോൾ ഇത് ആലോചിച്ചിരുന്നിരുന്നിരുന്നത് അവരെന്ന് രാത്രി വെളുപ്പിക്കാനേ നേരമുള്ളൂ, അവരെന്തായാലും ഇന്ന് ഉറങ്ങാനൊന്നും പോകുന്നില്ല എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും അമ്മ പറയണേ എടി രേവതി എനിക്ക് പേടിയാവുന്നു, നാളെ രാവിലെ ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്, എന്തായാലും നാളെ വെളുപ്പിനെ തന്നെ സച്ചി തിരിച്ചു പോയിരിക്കുള്ളൂ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ് എൻ്റെ പൊന്നമ്മ അദ്ദേഹം തന്നെ ഭയങ്കര ശരീരവേദന കാരണം കിടന്നുറങ്ങുകയാണ്, അപ്പോൾ അത് ഉറങ്ങട്ടെ, അത് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും അതിന് പോകേണ്ട സമയത്ത് അത് പൊയ്ക്കോളും, അമ്മ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയാം കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗജാനന്ദൻ്റെ ഗുണ്ടകളെയാണ് കേട്ടോ. അപ്പോൾ അവർ രാത്രി പമ്മി ടെറസിൻ്റെ മുകളിലെത്തുകയാണ്. അപ്പോഴത്തേക്കും അവർ പറയാണ് അതേ അവൾ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ തലവഴി മൂടിയാണ് കിടക്കുന്നത് കേട്ടോ പുതപ്പ്, അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും അമ്മേനെയും അനിയത്തിനെയാണ്. അപ്പോഴത്തേക്കും രേവതി അനിയത്തിയോട് പറയാണ് എടി എന്തായാലും സച്ചേട്ടന് വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, അവർ ഭക്ഷണം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്, അപ്പോൾ എന്തായാലും നാളെ നമുക്ക് ഉണ്ണാനായിട്ട് ഇങ്ങോട്ട് വിളിക്കാം, നമുക്ക് ചിക്കൻ വെക്കാമെന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയട്ടെ എടി ഒന്നും മിണ്ടാതിരിക്കടി, എങ്ങനെയെങ്കിലും കർക്കിടക മാസം ഒന്ന് കഴിയട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും രേവതി പറയാണ് അത് ശരിയാണ്, ചിക്കൻ കൊള്ളില്ല, ചിക്കൻ നല്ല ചൂടാണ്, നമുക്ക് മട്ടൻ വെക്കാമെന്ന് പറയാണ്. അപ്പോൾ രേവതിയുടെ അമ്മ എടി ഒന്നും മിണ്ടാതിരിക്കുന്ന പറഞ്ഞിട്ട് തമാശയായിട്ട് ഇങ്ങനെ തല്ലാനായിട്ട് ഒങ്ങാട്ടോ രേവതിനെ. എടി രേവതി നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ സച്ചിനോട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് കിടന്നുറങ്ങാൻ, അതിന് പകരം ഇവിടെ പായിട്ട് കൊടുത്തിരിക്കുന്നു നീ, ഇത് നല്ല കാര്യമൊന്നും അല്ല എന്ന് പറയണം. അപ്പോഴേക്കും രേവതി പറയാണ് ഞാനും എൻ്റെ ഭർത്താവും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലേ, എങ്കിലേ ഞങ്ങൾ ഇപ്പം തന്നെ തിരിച്ചു പോയിക്കോളാം, വാ ഞങ്ങൾ പോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ പറയാണ് എടി ഇതൊന്നും ഇണ്ടാതിരിക്കട്ടെ, അതൊന്നും അല്ലല്ലോ പറയുന്നത്, നീ ഇപ്പോൾ കിടന്നുറങ്ങുമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറയാണ് ഞാൻ നേരത്തെ കിടന്നുറങ്ങാൻ പോവാണ്, നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടേ നന്നായിട്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സച്ചേട്ടൻ്റെ ഭക്ഷണം കൊടുത്തിട്ട് വേണം പറഞ്ഞു വിടാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രേവതിയുടെ അമ്മ വയ്ക്കാണ് ഇടി അതും ഒന്ന് വയ്ക്കാൻ കേട്ടോ. എന്നിട്ട് അവർ രസകരമായിട്ട് കിടന്നുറങ്ങുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ട്. അടുത്ത സീനിൽ പിന്നെയും ഗജാനന്ദനെയും ഗുണ്ടകളെയുമാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ ടെറസിൻ്റെ മുകളിലെത്തിയിട്ട് നമ്മുടെ രേവതി കിടന്നുറങ്ങുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക്, അതായത് സച്ചിയാണ് അവിടെ കിടക്കുന്നത്, അപ്പോൾ സച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ സച്ചി ഇവർ പറയുകയാണ് എന്തായാലും അവൾക്ക് ഭയങ്കര ധൈര്യമാണ്, രാത്രി ഒറ്റയ്ക്ക് വന്ന് ടെറസിൻ്റെ മുകളിൽ കിടക്കുന്ന കണ്ടില്ലേ, എന്തായാലും ഇവളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് സുഖമായിട്ടുണ്ട്, എളുപ്പമായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നതും സച്ചി വേഗം തന്നെ ആ ഒരു പുതപ്പെടുത്ത് മാറ്റി ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ സച്ചിനെ കണ്ട് കുമാരൻ ഞെട്ടുക
പറയുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയാണ് കേട്ടോ, എനിക്കറിയായിരുന്നു ഇന്ന് നിങ്ങളിവിടെ വരുമെന്നുള്ളത്. കാരണം നീയൊക്കെ കൂടി എൻ്റെ വീടിനെ നോട്ട് വിട്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി നീയൊക്കെ കൂടി ഇവിടെ കയറുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പോവാതെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഗജാനന്ദൻ പറയാണ്, എന്തായാലും നിൻ്റെ ഭാര്യേനെയാണ് പ്രതീക്ഷിച്ചത്. എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് തന്നതൊക്കെ മുതലും പലിശ കണക്കിന് നിനക്ക് ഇന്ന് തിരിച്ചു തരാൻ പോവുകയാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇടിയുടെ ഒച്ച കേട്ടിട്ട് വേഗം തന്നെ രേവതി ലൈറ്റൊക്കെ ഇട്ടിട്ട് വാതിൽ തുറക്കാണ് കേട്ടോ. വേഗം തന്നെ അനിയനെയും വിളിക്കുകയാണ്. അനിയൻ ഓടി വന്നിട്ട് അപ്പുറത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ സച്ചിവന്മാരെ നല്ല ഇടിച്ച് നല്ല ഇഞ്ച പരുവാകുന്നുണ്ട്. ആ സമയത്ത് അപ്പുറത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് പറയാണ്, ഇവനൊക്കെ തിരുത്തേയില്ലേ, എത്ര തവണയെന്ന് വെച്ചിട്ടാണ് സച്ചിമോൻ്റെ കയ്യിൽ നിന്ന് ഇവനൊക്കെ ഇടി മേടിക്കുന്നത് എന്നൊക്കെ പറയാണ്. ഇവന്മാരെയൊക്കെ എന്തായാലും പോലീസിൽ ഏൽപ്പിക്കണമെന്ന് പറയുന്ന അതേ നിമിഷം തന്നെ ഗജാനന്ദനും ടീമും ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. ആ സമയത്ത് സ്ത്രീകളൊക്കെ പറയാണ്, എന്തായാലും സച്ചിമോൻ പോവാതിരുന്നത് കൊണ്ട് വലിയ ആപത്ത് ഒഴിവായി, അതുകൊണ്ട് ഇവനെ കൈയോടുകൂടി പിടിക്കാൻ പറ്റി. എന്തായാലും രേവതിയുടെ അമ്മേ, സച്ചിമോൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളാരും പേടിക്കേണ്ട കേട്ടോ. അവനിവിടെ ഉള്ളപ്പോൾ കാവൽ ദൈവത്തെ പോലെ നിങ്ങളെ കാത്തു സൂക്ഷിച്ചോളും എന്ന് പറയാണ്. ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവാട്ടോ. അപ്പോൾ രേവതിയുടെ അമ്മേനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിയുടെ അമ്മയോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളൊക്കെ എന്താണ് അകത്തേക്ക് കയറി പോകാത്തത്? നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് അകത്തേക്ക് പോയിക്കോ, ഇനി എന്തായാലും അവൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല, അവൻ തിരിച്ച് വരില്ല, പോയി കിടന്നോളാൻ പറയാണ്. അങ്ങനെ അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ കൂടെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ രേവതി മാത്രം അവിടെ സച്ചിയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി സച്ചിനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് സച്ചി രേവതിയോട് ചോദിക്കുകയാണ്, അല്ല നീ എന്തെന്നെ നോക്കിക്കുന്നത്? നീയും അകത്ത് പോവും, നീ അകത്ത് പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ, അവൻ ഇനി വരില്ല എന്ന് പറയാണ്. അങ്ങനെ രേവതി നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ അനിയനും അമ്മയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, അമ്മ പറഞ്ഞില്ലേ സച്ചിയേട്ടനോട് പൊയ്ക്കോ എന്ന്, വേറെ ഏതോ ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ വന്നതെന്ന് വരെ അമ്മ ചിന്തിച്ചു കൂട്ടി. ഇപ്പോൾ മനസ്സിലായില്ലേ, അദ്ദേഹം ഇവിടെ ഉള്ളത് കാരണം അവന്മാരെയൊക്കെ കൈയോടുകൂടി അടിക്കാനായിട്ട് പറ്റിയെന്ന് പറയാണ്. അപ്പോഴത്തേക്കും അമ്മ പറയാണ്, മോളെ ശരിയാണ്, സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ സച്ചിനെ തെറ്റിദ്ധരിച്ചു. സത്യമായിട്ടും സച്ചിൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. എന്തായാലും എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുപറ്റിപ്പോയി എന്ന് അമ്മ ഇങ്ങനെ പറയാണ് കേട്ടോ. ആ സമയത്ത് അനിയൻ പറയാണ്, അമ്മ ഇനി അതിനെക്കുറിച്ചിട്ടൊന്നും പറയണ്ട, കയറി കിടന്നോ, ഇത്രയും സമയമൊക്കെ ആയില്ലേ, ഇനി ഉറങ്ങുമെന്ന് പറയാണ്. അടുത്ത സീനിൽ രവീന്ദ്രനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനുമായിട്ട് ഇങ്ങനെ ജോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ പറയുകയാണ്, എന്തായാലും നീ ഇനി പേടിക്കൊന്നും വേണ്ട, നിനക്ക് കിട്ടാനായിട്ടുള്ള പെൻഷൻ പണം അതെന്തായാലും കിട്ടും. മാത്രമല്ല 1,00,000 രൂപ അയാൾക്ക് തരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതും അയാൾ എങ്ങനെയെങ്കിലും കെട്ടിക്കോളും. ഇനി നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അലഞ്ഞ് നടക്കണ്ട, പൈസയുടെ ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രവീന്ദ്രനും പറയുകയാണ്, അത് ശരിയാണ്, എനിക്ക് ന്യായമായിട്ട് കിട്ടേണ്ട പൈസ അയാൾ ഇതുവരെ പിടിച്ചു വെച്ചേക്കല്ലായിരുന്നോ, അയാൾ എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, കാണണമെന്ന് പറയുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, എന്നിട്ട് നീ കാണാൻ പോയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ്, ഞാൻ കാണാൻ പോയില്ലടാ, എന്തായാലും അയാളെ കാണാനായിട്ടുള്ള ഒരു താല്പര്യം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അയാളെ കാണാൻ പോകുന്നില്ല എന്ന് പറയാം കേട്ടോ. എപ്പോൾ കണ്ടാലും അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് പോവാത്തതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും കൂട്ടുകാരൻ പറയുകയാണ്, നീ അയാളെ കാണാൻ പോയില്ലെങ്കിലും അയാൾ നിന്നെ വിടുന്ന ലക്ഷണമൊന്നുമില്ല, നീ അങ്ങോട്ടേക്ക് നോക്കാൻ പറയാണ്. അപ്പോൾ അവിടേക്ക് ഈ ഓഫീസറും അയാളുടെ ഭാര്യയും, അതായത് വർഷയുടെ അച്ഛനും അമ്മയും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ വിചാരിക്കുകയാണ്, അയ്യോ ഇയാൾ എന്തിനാണാവോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണാവോ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ രവീന്ദ്രൻ്റെ സുഹൃത്തും ഉണ്ട്. അപ്പോൾ ഇത് കാണുന്ന അയാൾ പറയുകയാണ്, എനിക്ക് നിന്നോട് ഒറ്റയ്ക്കാണ് സംസാരിക്കേണ്ടത്, കൂട്ടുകാരോട് മാറി നിൽക്കാൻ പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, നിങ്ങളോട് ഞാനെന്തിനാ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്, നിങ്ങൾ എൻ്റെ ബന്ധുവൊന്നും അല്ലല്ലോ, നിങ്ങളോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ, എൻ്റെ കൂട്ടുകാരനുള്ള സമയത്ത് നിങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോഴേക്കും കൂട്ടുകാരൻ പറയാണ്, രവീന്ദ്ര നീ സംസാരിക്കുക, ഞാനങ്ങ് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിന്നെ ഇനി ഒരിക്കലും കാണരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, തന്നെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല, അങ്ങനെ തന്നെ വിചാരിച്ചത്, പക്ഷേ എൻ്റെ മകളുണ്ടല്ലോ, അവൾ കാരണമാണ് പിന്നെ നിങ്ങളെ കാണേണ്ടി വന്നത്, നിങ്ങളുടെ മകനല്ലേ ശ്രീകാന്ത്, അതെ എൻ്റെ മകൻ തന്നെയാണ്, ഇനി മേലാൽ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഇനി മേലാൽ എൻ്റെ മകളെ ശല്യം ചെയ്തതെന്ന് പറയണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ്, നിങ്ങളെന്തീ പറയുന്നത്, നിങ്ങളുടെ മകളെ ശല്യം ചെയ്തെന്നോ? ദേ രവീന്ദ്ര, നിങ്ങൾ പക വീട്ടാൻ വേണ്ടി എൻ്റെ മകളെ കരുവാക്കാൻ നിൽക്കരുത്, നിൻ്റെ മകനോട് പ്രത്യേകം പറഞ്ഞോളാൻ പറയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ്, നിങ്ങളോട് ഞാനെന്തിനാ പക വീട്ടുന്നത്, ഞാൻ ന്യായമായിട്ട് പണിയെടുത്ത് അധ്വാനിച്ച തുകയാണ് എനിക്ക് കോടതിയിൽ നിന്ന് സാങ്ഷൻ ആയിരിക്കുന്നത്, അല്ലാതെ നിങ്ങളോട് എനിക്കെന്തിനാണ് പക, അതിനുവേണ്ടി ഞാൻ ഇങ്ങനൊരു വളഞ്ഞ വഴി ചെയ്തു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ ഓഫീസർ പറയാണ്, പിന്നല്ലാതെ, അല്ലെങ്കിൽ പിന്നെ നിൻ്റെ മകൻ എന്തിനാ എൻ്റെ മോളുടെ പിന്നാലെ ചുറ്റി നടക്കുന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, ഒരിക്കലും എൻ്റെ മകൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറയാണ്. എൻ്റെ മകളുടെ പിന്നാലെ ചുറ്റുക മാത്രമല്ല, എൻ്റെ മകളെ ബൈക്കിലിരുത്തിക്കൊണ്ട് അവൻ
കറങ്ങി നടക്കുക കൂടെ ചെയ്യാണ്. ഇനി അത് ആവർത്തിക്കരുതെന്ന് മകനോട് പറഞ്ഞേക്കാൻ പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, ഒരിക്കലും എൻ്റെ മകൻ അത്തരത്തിലുള്ള ഒരാളല്ല. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മകളും എൻ്റെ മകനും ചിലപ്പോൾ കൂട്ടുകാരായിരിക്കുള്ളൂ, അതുകൊണ്ടായിരിക്കുള്ളൂ അവർ ഒരുമിച്ച് പോകുന്നത്. അപ്പോഴത്തേക്കും RD ഓഫീസർ പറയുകയാണ്, അങ്ങനെ ആണെങ്കിൽ തന്നെ അവൻ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ആൾക്കാർ പലതും പറയുമല്ലോ, എന്തായാലും നിങ്ങളുടെ മകനോട് പറഞ്ഞ് അത് നിർത്തേണ്ട കടമ നിങ്ങൾക്കുള്ളതാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ്, എനിക്ക് നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മകളോട് ചെന്ന് പറഞ്ഞേക്ക്, ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ നിൽക്കാതെ എൻ്റെ മകൻ്റെ പിന്നാലെ നടന്ന് ചുറ്റുന്ന പരിപാടി നിർത്തിക്കോളാൻ പറഞ്ഞേക്കാൻ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഈ ഓഫീസർ പറയുകയാണ്, രവീന്ദ്ര നിങ്ങൾ എന്തായാലും എന്നോടും എൻ്റെ കുടുംബത്തോടും പകരം വീട്ടുകയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ്, നിങ്ങൾ ഈ പറയുന്നത് പോലത്തെ ഒരു വൃത്തികെട്ട ചിന്താഗതിയൊന്നും എനിക്കില്ല എന്ന് പറയാണ് കേട്ടോ. മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതം തകർന്ന് കാണാൻ നിങ്ങളെപ്പോലെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട രവീന്ദ്രൻ ആ ഓഫീസറിൻ്റെ ഭാര്യ രവീന്ദ്രനോട് പറയുകയാണ്, രവീന്ദ്ര നിങ്ങൾ മറന്നാണ് സംസാരിക്കുന്നത്. ഇത്രയും വലിയ ജോലിക്കാരനാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് സമാധാനപരമായിട്ട് സംസാരിക്കുന്നത്, എന്നിട്ട് നിങ്ങളെന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അയാളെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വയ്ക്കുകയാണ്. അപ്പോഴേക്കും ഇപ്പം രവീന്ദ്രൻ ഈ സ്ത്രീയോട് പറയുകയാണ്, നോക്ക്, നിങ്ങൾ എന്നെ ഒന്നും തന്നെ പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഭർത്താവിൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ താടുകയാണ് സംസാരിക്കാൻ, അയാളുടെ ജോലിക്കാരനല്ല ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്ക് താടുകയാണ് സംസാരിക്കേണ്ട കാര്യവുമില്ല. അപ്പോഴേക്കും ഈ സ്ത്രീ ഭർത്താവിനോട് പറയാണ്, ഏട്ടാ നമ്മുടെ വീടൊക്കെ വന്ന് ഇയാൾ കണ്ടതല്ലേ, അപ്പോൾ ഇതൊന്നും ഇയാളെ കൊണ്ട് ഈ ജന്മം സമ്പാദിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് മോനെ കൊണ്ട് നമ്മുടെ മകളെ വളച്ച് നമ്മുടെ സ്വത്തൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇയാളുടെ ശ്രമമാണ്. ഒരു ഡ്രൈവർക്ക് എന്തോരം സ്വത്ത് ഉണ്ടാക്കാൻ പറ്റിയാലും എന്നിങ്ങനെ പറയാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ സച്ചിയുടെ അച്ഛൻ്റെ ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാണ്, എന്താ നിങ്ങൾ ഈ പറയുന്നത്, രവീന്ദ്രൻ സ്വത്തിന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് രവീന്ദ്രനെക്കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. രവീന്ദ്രൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരാൾ ചാടി മരിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അയാൾ താൻ ഓടിച്ച വണ്ടിയുടെ ഫ്രണ്ടിലാണ് ചാടി മരിച്ചതെന്ന് അറിഞ്ഞ രവീന്ദ്രൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ മകളെ സ്വന്തം മരുമകളാക്കി മാറ്റുകയാണ് ചെയ്തത്. മാത്രമല്ല അതിന് വേണ്ടിയിട്ട് തൻ്റെ റിട്ടയർമെൻറ്റ് പൈസ മുഴുവനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ ദരിദ്രനായിട്ട് അദ്ദേഹം നടക്കുകയാണ്. ഒരിക്കലും അദ്ദേഹം സ്വത്തിന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയല്ല. അത് നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ധാരണയാണെന്ന് പറയാം കേട്ടോ കൂട്ടുകാരൻ. ഇത് കേട്ടോടനെ ആ സ്ത്രീ പറയാണ്, ഓഹോ ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്, ഏട്ടാ ഇയാളുടെ റിട്ടയർമെൻറ്റ് പൈസ എത്രത്തോളം ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അയാൾ പറയാണ്, 50 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. ഓ ഈ 50 ലക്ഷം രൂപയും ഇയാൾ കൊണ്ടുപോയി തുലച്ചിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വലിയ വീട്ടിലേക്ക് കയറി മക്കൾക്ക് സംബന്ധം പിടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മകളെ വളയ്ക്കാനായിട്ട് ഇയാളുടെ മകനെ കച്ചകെട്ടി അയച്ചിരിക്കുന്നത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായേക്കണേന്ന് പറയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ്റെ ഫ്രണ്ട് പിന്നെയും ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിനോട് രവീന്ദ്രൻ പറയുകയാണ്, എടാ നീ അങ്ങനെയൊന്നും പറയണ്ട, നീ നിർത്ത്, ഇവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് അറിയുള്ളൂ, ഇവർക്ക് ഇവരുടെ സ്വത്ത് പോവോ എന്നുള്ളൊരു പേടിയാണ്, അതിൻ്റെ ഒരു ഭയത്തിൽ അവരിങ്ങനെ കിടന്ന് പറയുന്നതാണ്. ഈ പണക്കാർ പണ്ടേ അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്താലും എടുത്തില്ലെങ്കിലും അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ തലയിൽ അത് ഇട്ട് കൊടുക്കും. അത് തന്നെ അവരിപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഇയാളുടെ ഭാര്യ അങ്ങ് ചൂടാവാൻ തുടങ്ങുകയാണ് കേട്ടോ. ആ സമയത്ത് രവീന്ദ്രൻ പറയാണ്, ദയവേത് എൻ്റെ മകനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള വർത്തമാനങ്ങളൊന്നും പറയണ്ട, എൻ്റെ മകനെ എങ്ങനെ അടക്കി നിർത്തണമെന്നുള്ളത് എനിക്കറിയാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമ നിങ്ങൾക്കാണുള്ളത്. നിങ്ങളുടെ മകളെ ആദ്യം അടക്കി നിർത്താൻ നോക്ക്, അതിനുശേഷം എൻ്റെ മകനെ കുറിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പോയതും ഈ സ്ത്രീ ഭർത്താവിനോട് പറയുകയാണ്, കണ്ടില്ലേ ഏട്ടാ അയാളുടെ നോക്കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ അയാളോട് ഇങ്ങനെ സംസാരിച്ചാലൊന്നും നടക്കില്ല എന്ന്. അപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ പറയുകയാണ്, അവന് എൻ്റെ പവറിനെ കുറിച്ചിട്ട് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്, ഇതെങ്ങനെ നിർത്തണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തായാലും അവന് കൊടുക്കേണ്ടതുപോലെ തന്നെ ഞാൻ കൊടുത്തോളാം എന്ന് ഈ അച്ഛൻ പറയാണ് വർഷയുടെ. അടുത്ത സീനിൽ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത്. ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ രവീന്ദ്രൻ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. മോനെ നിൻ്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ്, നല്ല രീതിയിൽ തന്നെ പോകുന്നു അച്ഛാന്ന് പറയുകയാണ്. എന്തേ എന്ന് ചോദിക്കുകയാണ്. അല്ലടാ നിനക്ക് പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നൊക്കെ നീ പറഞ്ഞതാണല്ലോ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ്, അച്ഛാ ആഗ്രഹമൊക്കെ ഉണ്ട്, പതിയെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ മകനോട് പറയുകയാണ്, മോനെ എടാ നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ഇതുവരെ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നങ്ങളും നീ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ സുധിയും ഉണ്ടാക്കാറുണ്ട് പ്രശ്നം, സച്ചി ഉണ്ടാക്കാറുണ്ട്, പക്ഷെ നീ അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം അച്ഛനായ എനിക്കുണ്ട്, അത് നീ തെറ്റിക്കരുതെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും രവീന്ദ്രനോട് ശ്രീകാന്ത് ചോദിക്കുകയാണ്, അച്ഛനെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്.
എടാ അത് പിന്നെ നിനക്കറിയാലോ, ഞാനും ആ ഓഫീസറും തമ്മിലുള്ള വിഷയമൊക്കെ നീ വന്നും ഉണ്ടായതാണല്ലോ. അപ്പോൾ അയാളുടെ മകള് നിൻ്റെ ഫ്രണ്ടാണ് എന്ന് അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയണം, അച്ഛാ അതൊരു വെറും ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയാണ്. മാത്രമല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ കൂടിയതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിയുന്നത് ഇയാളുടെ മകളാണ് ആ പെൺകുട്ടി എന്നുള്ളത്. മാത്രമല്ല അച്ഛാ, ആ പെൺകുട്ടി വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. സച്ചേട്ടനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് ആ പെൺകുട്ടിയാണ് അച്ഛാ ഒരുപാട് സഹായിച്ചതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, അതിന് നീ ഒരു നന്ദി പറഞ്ഞേക്ക്. ആ കുട്ടിയോട് അധികം സഹവാസം വേണ്ടടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ ഓഫീസർ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല. അയാൾ എന്തെങ്കിലും ഏടാകൂടും ഉണ്ടാക്കും. അതിനുശേഷം എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പേരിൽ ഒരു തെറ്റും ആരും പറയില്ല. ആ ചെറുക്കൻ ശരിയല്ല എന്ന് മാത്രമേ പറയുള്ളൂ. എല്ലാ തെറ്റും നിൻ്റെ തലയിലിരിക്കും. അയാൾ അത്ര വൃത്തികെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് മോൻ ആ പെൺകുട്ടിയായിട്ട് അധികമുള്ള ഇടപഴകലൊന്നും വേണ്ടാട്ടോ എന്ന് പറയാണ്. അച്ഛാ അതുപോലെയൊന്നും അല്ല അച്ഛാന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ്, മോനോട് ഇതുവരെ ഞാൻ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കാര്യം അതുപോലെയല്ല. ഒട്ടും ആ പെൺകുട്ടിയായിട്ട് ഒരടുപ്പം വേണ്ടാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ ചന്ദ്രനെ കാണിക്കുകയാണ്. ചന്ദ്രൻ തുടക്കി അടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, ഇത് പുതിയതായിട്ടുള്ളൊരു പഴക്കമുള്ള നിനക്കില്ലാത്തൊരു കാര്യമാണല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, ആ രേവതി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ കാര്യവും അവൾ ചെയ്തേനെ. ഇപ്പോൾ അവൾ തന്നെ അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയല്ലേ, എല്ലാ കാര്യവും എൻ്റെ തലയിലായിപ്പോൾ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ്, അല്ല നീയല്ലേ പറഞ്ഞു വിട്ടത് കർക്കിടക മാസമാണെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട നീ തന്നെയല്ലേ. ഇപ്പോൾ നിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും അവളായിട്ട് ഇഷ്ടത്തിന് പോയതാണെന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, ഈ സച്ചി എന്താണ് ഇന്നലെ വീട്ടിലോട്ടൊന്നും വന്നില്ലല്ലോ, എവിടെയാണോ എന്തോ എന്ന് വയ്ക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ്, നിനക്കിപ്പോൾ പെട്ടെന്ന് സച്ചിയോട് എന്താ ഇത്ര സ്നേഹം? ഇത്രയും കാലം അവൻ എവിടെ പോയാലും അവൻ വന്നാലും വന്നില്ലെങ്കിലും നീ അന്വേഷിക്കാറില്ലല്ലോ, പെട്ടെന്ന് നിനക്കിത് എന്ത് പറ്റിയെന്ന് വയ്ക്കുകയാണ് കേട്ടോ. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതൊന്നുമല്ല, ചില ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാരണം ചോദിച്ചു എന്നുള്ളൂ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ്, നീ എന്ത് ചോദിക്കുന്നു, നീ എന്ത് പറയുന്നു, എന്തിനു വേണ്ടി പറയുന്നു, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും സച്ചി വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ. അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വിളിച്ച് വരുമ്പോഴത്തേക്കും ചന്ദ്രയുടെ മനസ്സിൽ സന്തോഷമാവാണ് കേട്ടോ. എന്തായാലും ആ പൂ കെട്ടണവൾക്ക് എന്നെ പേടിയുണ്ട്, ഞാൻ അത്രയും പറഞ്ഞത് കാരണം അവൾ പേടിച്ച് രാവിലെ തന്നെ അവനെ പറഞ്ഞു വിട്ടിരിക്കുകയാണെന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് സച്ചി നേരെ നോക്കിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിട്ട് പറയാണ്, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, നീ ഇങ്ങ് കയറി വരാൻ പറയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല നീ ആരെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, അത് വേണ്ടപ്പെട്ട ഒരാളെ തന്നെയാണ് അച്ഛാന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രയും വന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കയറി വരുന്നു, ആരാണ്? നമ്മുടെ രേവതിനെ കണ്ടതും ചന്ദ്ര ആകെ ഷോക്കാവാണ്. അപ്പോഴത്തേക്കും രേവതി വന്നിട്ട് അച്ഛൻ സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛൻ പറയാണ്, വാ മോളെ, അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു, നീ വേഗം വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നോ? നിൻ്റെ അടുത്തല്ലേ പറഞ്ഞത് 1 മാസത്തേക്ക് നീ ഇവിടെ വരാൻ പാടില്ലാന്ന്. നീ എന്തിനാണ് ഇവളെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, അല്ല അമ്മ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഷോക്കാവുന്നത്? ഞാൻ വേറെ പെണ്ണുങ്ങളെയൊന്നും അല്ലല്ലോ വിളിച്ചുകൊണ്ട് വന്നത്, എൻ്റെ ഭാര്യേനെയല്ലേ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്, എന്നെനിക്ക് കൊണ്ടുവരാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, നിങ്ങൾ കേൾക്കുന്നില്ലേ, കർക്കിടക മാസത്തിൽ രണ്ടുപേരും പിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവളുടെ വീട്ടിലേക്ക് വിട്ടത്, പിന്നെ എന്തിനാണ് അവൻ ഇവളെ കൂട്ടി ഇങ്ങോട്ട് വന്നത്, നീ എന്തിനാടി അവൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കാട്ടോ രേവതിയോട്. അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, ഇതൊക്കെ എന്താണമ്മേ, ഞാൻ വിളിച്ചുകൊണ്ടെന്ന് വിചാരിച്ചപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. നീ ഇങ്ങ് മാറിക്കണം, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സച്ചിനെ അങ്ങ് പിടിച്ച് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി വീഴാൻ പോവാണ്. രേവതി വേഗം തന്നെ സച്ചിനെ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരം ഇങ്ങനെ കണ്ണോട് കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ചന്ദ്രയാണെങ്കിൽ വേഗം തന്നെ ഒന്നുകൂടെ ഷോക്കാവാണ്. എന്നിട്ട് ഭർത്താവിനോട് ചോദിക്കുകയാണ്, നിങ്ങളിതൊന്നും കാണുന്നില്ലെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ, അവർ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട്. ഇപ്പോൾ തമിഴിൽ ഈ ചന്ദ്രയുടെ അഭിനയം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കണ്ടിരിക്കും തോറും നല്ല രസം തോന്നും. കാരണം ഞാനിങ്ങനെ നമുക്ക് സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട്, റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീരിയൽ തന്നെ കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ ചന്ദ്രയുടെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീരമാണ് തമിഴിലത്തെ കേട്ടോ. മലയാളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നോക്കട്ടെ രണ്ടുപേരിൽ ആരാണ് ബെറ്റർ എന്ന് നോക്കാം, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പം ചന്ദ്രൻ നിർബന്ധിക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താടാ 1 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാനായിട്ടുള്ളതിന് ഇപ്പോഴേ കൊണ്ടുവന്നാൽ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ അവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി വേഗം തന്നെ പറയുകയാണ്, ഉണ്ടച്ചാ വയറിന് പ്രശ്നമുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ്, വയറിന് പ്രശ്നമോ, അതെന്താണെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് കൃത്യമായിട്ട് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, ഇന്നലെ കൂടി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ അമ്മ പാത്രമൊക്കെ കഴുകി കമിഴ്ത്തി വെച്ച് അമ്മ സുഖമായിട്ട് കിടന്നുറങ്ങി, എനിക്ക് വിശക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് അച്ഛൻ പറയുകയാണ്, അത് കാരണമാണോ അവളെ കർക്കിടക മാസത്തിൽ തിരിച്ചു കൊണ്ടുവന്നത്?
എടി നീയെങ്കിലും പറഞ്ഞതുപോലെ അവിടെ നിന്നൂടായിരുന്നോ, നീ എന്തിനാ അവൻ വിളിച്ചപ്പിങ്ങ് പോകുന്നതെന്ന് പിന്നെയും രേവതിയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി ചോദിക്കുകയാണ്, ഇതേ എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, നീ പേടിക്കേണ്ടടി, നമ്മളിപ്പോൾ വന്നിരിക്കുന്നതേ നമ്മുടെ വീട്ടിലേക്കാണ്. അമ്മ അങ്ങനെ പലതും പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ്, സമ്പ്രദായം എന്ന് പറയുന്ന ഒരു കാര്യമില്ലെന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, അതെ ഞാൻ അമ്മുമ്മേനെ വിളിച്ച് ചോദിച്ചായിരുന്നു, അപ്പോൾ അച്ഛമ്മ എന്നോട് പറഞ്ഞു അമ്മ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആടിമാസം എന്ന് ഉദ്ദേശിക്കുന്നത് കർക്കിടക മാസമാണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൽ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ എന്താ ആ സമയത്ത് അമ്മയ്ക്ക് സമ്പ്രദായമൊന്നും ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ രേവതിക്ക് മാത്രമുള്ള ഈ സമ്പ്രദായം? എന്തായാലും സമ്പ്രദായമോ സാമ്പ്രാണിയോ അതെന്തായാലും അമ്മയുടെ കയ്യിൽ വെച്ചോ. ഞാനിപ്പോൾ എന്തായാലും രേവതിനെ കൊണ്ടുവന്നു, ഇനി എന്തായാലും അവൾ ഇവിടെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, നീ ഒന്നും പറയാൻ നിൽക്കണ്ട, ഇപ്പം തന്നെ ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോ, വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പറയുകയാണ് അവളുടെ. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, ഞാൻ ഇനി എന്തായാലും അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്നില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ രവീന്ദ്രനോട് ചന്ദ്ര പറയുകയാണ്, നിങ്ങളെങ്കിലും ഒന്ന് പറയും മനുഷ്യ എന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, എടി ചന്ദ്രേ, ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ആൾക്കാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ചടങ്ങുകളാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ 10ാം മാസം തന്നെ കുട്ടികൾ ഉണ്ടാവും എല്ലാവർക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല. അവർക്കെപ്പോൾ കുട്ടി വേണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. അവർക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത്. പിന്നെ ഇവിടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും ഉണ്ടല്ലോ, അവർ രണ്ടുപേർക്കും കർക്കിടകം ഉള്ളത് തന്നെയാണ്. പക്ഷേ അവർ രണ്ടുപേരും ഒരു വീട്ടിലുണ്ടായിട്ടും രണ്ടായിട്ടല്ലേ ഇപ്പോൾ കഴിയുന്നത്. അതുപോലെ ഇവരും രണ്ടായി ഇരിക്കട്ടെ, അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നീ പറയണ്ട, അവർക്കറിയാം അവരെങ്ങനെ ജീവിക്കണമെന്നുള്ളത്, നീ ഒന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ അടുത്തുനിന്ന് രവീന്ദ്രൻ എഴുന്നേറ്റ് പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ്, എടി രേവതി, അമ്മ അവിടെ കിടന്നുകൊണ്ട് കർക്കിടകം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരുന്നോളൂ, നീ ഒരു കാര്യം ചെയ്യും, നീ റൂമിലേക്ക് വാന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ ബാഗൊക്കെ ആയിട്ട് നമ്മുടെ സച്ചി കയറി പോവാണ് കേട്ടോ. ചന്ദ്ര രേവതിനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അടുത്ത സീനിൽ സച്ചിനെയും രേവതിനെയും റൂമിലാണ് കാണിക്കുന്നത്. അപ്പോൾ രേവതി സച്ചിയോട് പറയുകയാണ്, ഞാൻ വരുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇപ്പോൾ കണ്ടില്ലേ നിങ്ങളുടെ അമ്മ എന്തൊക്കെ കിടന്ന് കേൾപ്പിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, എടി ഞാൻ പറഞ്ഞല്ല, ഞാൻ എന്താ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്, ഞാൻ എല്ലാവരുടെ മുന്നിൽ പറഞ്ഞാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയാം, ഞാൻ കേട്ടു, ഭക്ഷണം ശരിയല്ല, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നത്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, നീ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? എടി അതൊന്നുമല്ല, ഗജാനന്ദനും ആൾക്കാരും ഇന്നലെ നിന്നെ അന്വേഷിച്ച് വന്നത് ഞാൻ കണ്ടതല്ലേ. ഇനിയിപ്പോൾ അവിടെ എങ്ങാനും ഞാൻ ഇന്ന് വിട്ടിട്ട് പോകുന്നാൽ ഇന്നും അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. എല്ലാ ദിവസവും എനിക്ക് നിന്നെ നോക്കി നിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നിന്നെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട രേവതിക്ക് ആകെ കൂടെ സന്തോഷവും സങ്കടമൊക്കെ കൂടെ വരികയാണ്. കാരണം രേവതിനെ അത്രയധികം സച്ചി സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ രേവതിയുടെ ഉള്ളിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി ചോദിക്കുകയാണ്, അയ്യോ അപ്പോൾ അമ്മ അനിയത്തിയൊക്കെ വീട്ടിലുള്ളതല്ലേ, ഇന്ന് അവയാൾ കയറി അവരെ ഉപദ്രവിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് സച്ചി പറയണം, നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ പൈസ കൊടുത്ത് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിച്ചറിയിക്കണമെന്ന്, അവരും വാച്ച് ചെയ്തോളും, അങ്ങനെയുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം. പിന്നെ നീ അവിടെ ഇല്ലാത്തത് കാരണം ഇനി അവരങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ഒന്നും നടത്താനായിട്ടുള്ള സാധ്യതയില്ല, അത് ഓർത്ത് നീ പേടിക്കൊന്നും വേണ്ടെന്ന് പറയാട്ടോ. അങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ്, ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പലചരക്ക് സാധനങ്ങളായിട്ട് ഒരാൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് സച്ചി ചോദിക്കുകയാണ്, ഇത്രയും പലചരക്ക് സാധനമോ, ഇതെന്താടാ എല്ലാ മാസത്തിലും കൂടുതലുണ്ടല്ലോ, ഇത്രയധികം വീട്ടിലേക്കോ, ഇതെന്താ സംഭവം എന്ന് ചോദിക്കാം കേട്ടോ. എടാ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് നമ്മുടെ വീട്ടിലേക്കുള്ളതായിരിക്കില്ല, ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരാറില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഈ പയ്യൻ പറയുകയാണ്, ഇല്ല ചേട്ടാ, നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണ്, സുധിച്ചേട്ടൻ ബില്ല് കൊണ്ടു തന്നു, അതനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അല്ല എത്ര രൂപയായെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ്, ബില്ലനുസരിച്ചുള്ള പൈസ കൊടുത്തേന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, പൈസ എനിക്ക് കൊടുക്കാൻ അറിയാമേ, ഒന്നും മിണ്ടാതിരിക്കുക, ചോദിക്കട്ടെ എത്ര രൂപയാണെന്ന്. അപ്പോഴത്തേക്ക് 7500 രൂപ എന്നാട്ടോ പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ആ എമൗണ്ട് കൂടാട്ടോ. അപ്പോൾ 7500 കേട്ടപ്പോഴത്തേക്കും സച്ചി ഞെട്ടുകയാണ്, നീ എന്താ പറയുന്നത് 7500 രൂപയെ, സാധാരണ 4000 രൂപയാണല്ലോ വരുന്നത്, ഇതിപ്പോൾ എന്താ 7500 രൂപ, ഇരട്ടിയാണല്ലോ വന്നിരിക്കുന്നത്, അതിനു വേണ്ടി എന്ത് സാധാരണ വന്നിരിക്കുന്നതെന്ന് സച്ചി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ഇവിടെ വന്നേ, ഇതൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് വെക്കാൻ പറയാണ്. അപ്പോഴേക്കും സച്ചി പറയാണ്, അല്ലല്ല എടുക്കല് രേവതി, ഇതൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇത്രയും രൂപ എന്തുകൊണ്ടാണ് വന്നെന്നുള്ളത് അറിയണമല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, നിങ്ങൾ കാണുന്നില്ലേ അവനെന്തിനാണ് ഈ അടുക്കള സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചിയുടെ അച്ഛൻ പറയുകയാണ്, എടി അവനല്ലേ പൈസ കൊടുക്കുന്നത്, അപ്പോൾ അവൻ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ, അവനെന്തായാലും നോക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ സച്ചി ഓരോന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒലീവ് ഓയിൽ അങ്ങനെ ഒരിക്കലും മേടിക്കാത്ത കുറച്ച്
കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ആ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സച്ചി വേഗം തന്നെ രേവതിയോട് ചോദിക്കുകയാണ്, എടി നീയാണോ ഈ എഴുതിയിരുന്നത്? ഈ ഓയിൽ ഇത് ആരും ഉപയോഗിക്കണം, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് രേവതി പറയുകയാണ്, ഏയ് ഇല്ല, ഞാനല്ല, ഞാൻ വീട്ടിൽ നിന്ന് എണ്ണ കാച്ചിയാണ് കൊണ്ടുവരുന്നത്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാർക്കാണാവോ, ഇത് ആരും ഉപയോഗിക്കുന്നതാണാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര വേഗം തന്നെ പറയുകയാണ്, അത് രേവതിക്കല്ല, അത് ശ്രുതി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, ശ്രുതിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ മേടിക്കുന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ടത് നമ്മുടെ സച്ചിയുടെ മുഖം പെട്ടെന്ന് മാറുക കേട്ടോ. വേഗം തന്നെ സച്ചി നിന്ന് ശ്രുതിയെ വിളിക്കുകയാണ്. എടാ ശ്രുതി, ഇങ്ങ് വന്നേന്ന് പറയാണ്. നിൻ്റെ ഭാര്യയ്ക്ക് ഒലിവേൽ ഞാനെന്തിനാ മേടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. സാധാരണ എണ്ണയിലൊന്നും ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ കഴിക്കൂലേന്ന് ചോദിക്കുക കേട്ടോ ശ്രുതിയുടെ അടുത്ത്. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാത്ത ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സച്ചി പിന്നെയും പെട്ടി തുറന്ന് നോക്കുമ്പോൾ, ആ ബോക്സ് തുറന്ന് നോക്കുന്ന സമയത്ത് ക്യാഷ്നട്ട്, ബദാം, പിസ്ത, പിന്നെ കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സച്ചി ആകെ അന്തിച്ച് പോവാണ് കേട്ടോ. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ മേടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയാണ്, ഇതൊക്കെ ഞാനാണ് വരുത്തിയിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും സച്ചി ആകെ ചുട്ടുക കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ വരുത്തിയിരിക്കുന്നതെന്ന് പിന്നെയും ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുകയാണ്, ഇതൊക്കെ കഴിച്ചാലല്ലേ ആരോഗ്യം വെക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, ഇതൊക്കെ കഴിക്കാഞ്ഞിട്ട് ഇപ്പം നമ്മളെല്ലാവരും രോഗിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. മാത്രമല്ല ഇവൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കേണ്ടത് ഇവനാണ്, അല്ലാതെ ഞാനല്ല. ഇതിന് മാത്രമായിട്ടാണ് ഇത്രയും വലിയ എമൗണ്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഞാനെന്തിനാണ് ഇവർക്ക് മേടിച്ചു കൊടുക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കലിതുള്ളുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഏഷ്യത്തിൽ നമ്മുടെ ശ്രുതി നിൽക്കുകയാണ്, അതുപോലെ തന്നെ ചന്ദ്രയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് ഇടാട്ടോ, നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം മാക്സിമം. അപ്പം നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ടാറ്റാ.